ഞാൻ ഇന്നലെ ധർമ്മടത്തിൽ പോയപ്പോൾ ഇതുപോലെ തന്നെ അവിടെ എന്തോ ഒരു വിവാദം സൃഷ്ടിച്ചത് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്നലെ പറഞ്ഞത് ഞാൻ ഇന്നും പറയുന്നത്, ഇവർക്ക് 10 കൊല്ലം കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാനും പറയാനും ഒന്നുമില്ല. ഇപ്പോൾ നടക്കുന്നത് ഒരു ഭരണനാട്യമാണ്. ഭരതനാട്യം നമ്മൾ കേട്ടിട്ടുണ്ട്. CPM കോൺഗ്രസ് ഇപ്പോൾ ചെയ്യുന്നത് ഒരു ഭരണനാട്യം, ഒരു നാടകം. ഇതെല്ലാം ഞാൻ പറയട്ടെ, ഞാൻ ഏറെ ബഹുമാനത്തോട് പറയണേ, ഇവരെല്ലാം മുതിർന്ന നേതാവുമാരാണ്. എത്രയോ കൊല്ലം കേരള രാഷ്ട്രീയത്തിൽ പങ്കെടുത്ത് കാര്യങ്ങൾ ചെയ്ത വ്യക്തികളാണ്. ഇങ്ങനെ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് ജനങ്ങൾ എന്ത് പറയുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഭാവിയെക്കുറിച്ചോ വികസനത്തെക്കുറിച്ചോ എന്തെങ്കിലും പറയാം. കോർപ്പറേഷൻ 2 മാസമായിട്ടുള്ളൂ. ഇതിന് മുമ്പ് കൊല്ലമായിട്ട് ഭരിച്ചത് CPM ആണ്. ഇനി അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. അവർ എന്തു ചെയ്തില്ല എന്നൊന്നും പറയുന്നില്ല. ആറ്റുകാൽ പൊങ്കാലിനെക്കുറിച്ച് CPM ഒരു പ്രചരണം നടത്താൻ ശ്രമിച്ചാൽ അതിനെ തോൽപ്പിക്കുന്നത് ജനങ്ങളായിരിക്കും എന്ന് ഞാൻ ഏറെ ബഹുമാനത്തോട് അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഭരണനാട്യത്തിൻ്റെ സമയങ്ങൾ കഴിഞ്ഞു. ഇനി വികസനം, പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസിൻ്റെ സമയമാണ്. ഈ ഇലക്ഷനും ജനങ്ങൾ തീരുമാനിക്കുന്നത് അവരുടെ ഭാവിക്ക് വേണ്ടി അധ്വാനിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്, ഏത് രാഷ്ട്രീയ മുന്നണി ആയിരിക്കും എന്ന് ആ ബേസിസിലാണ് അവർ തീരുമാനിക്കാൻ വന്നത്. ഈ നാടകവും അതെല്ലാം ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനലിൽ പോയി തൊഴിൽ നോക്കി അവിടെ ഒരു റിയാലിറ്റി ഷോ ചെയ്താൽ അവർക്ക് ഗുണം. നടക്കട്ടെ, അത് ചെയ്യട്ടെ. 10 കൊല്ലം ചെയ്തില്ലല്ലോ. ഇപ്പോൾ ഇലക്ഷന് മുമ്പല്ല ഇതെല്ലാം. സാമാന്യ ബുദ്ധിയെല്ലാം കയറി വരുന്നത് ഇലക്ഷൻ്റെ 10 ദിവസം മുമ്പല്ലേ. ചെയ്യട്ടെ, നല്ലതാണ്. അവർ ചെയ്യണം. 10 കൊല്ലം ചെയ്തില്ലല്ലോ.